നമസ്കാരം. ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് പാരമ്പര്യ കർഷകനും അധ്യാപകനുമായിരുന്ന മാത്യു മാഷിൻ്റെ വീട്ടിലാണ്. മാത്യു മാഷ് അത്യാവശ്യം പ്രായമൊക്കെ ഉള്ള ആളാണ്. മാത്യു മാഷിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ പ്രായത്തിലും മാത്യു മാഷ് ചെറുപ്പകാലം മുതൽ ഈ പ്രായത്തിലും അതേ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് പുള്ളി നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്രത്യേകത, എത്ര ജനറേഷൻ ഇപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിലും പുള്ളി ഇപ്പോഴും അതിൽ അത്രയും ഒരു വിജയകരമായി തുടരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ ഒരു അനുഭവ സമ്പത്താണ്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്യു മാഷ് ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഒരു 4-5 ഇനം പശുക്കൾ, നാടൻ പശുക്കൾ മാത്യു മാഷിൻ്റെ കയ്യിലുണ്ട്. ആ പശുക്കൾ ഉപയോഗിച്ചിട്ട് പരിപൂർണമായിട്ട് ജൈവകൃഷിയാണ് ചെയ്യുന്നത്. ജൈവകൃഷി എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമായിട്ട് ജാതി കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കമുങ്ങ് കൃഷി ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഇവിടെ തന്നെ കമുങ്ങിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് കേരളത്തിലൊട്ടാകെ കൊടുക്കുന്നുണ്ട്. ഇതിലൊക്കെ രസകരമായ വേറൊരു കാര്യം എന്താ വെച്ചാൽ, മാഷ കൃഷി കുറച്ച് കാലമായിട്ട് പന്നികൾ നശിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പന്നികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒരു ജൈവ വേലി കൂടി മാഷ് ഇപ്പോൾ അടുത്തായിട്ട് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ ഇന്ന് ഈ ഓർഗാനിക് കേരളത്തിലെ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആവും, നമുക്കത് മനസ്സിലാവും. എനിക്കിവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായി. അപ്പോൾ നമുക്ക് കുറച്ച് സ്പെഷ്യൽ പശുക്കളെ പരിചയപ്പെടാം. അതുപോലെ തന്നെ മാഷ കൃഷി രീതി എങ്ങനെയെന്ന് അറിയാൻ പറ്റും. അതുപോലെ ഈ വേലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. പിന്നെ മാഷ്ക്ക് ഒരുപാട് ഈ മാഷ് ഇത്രയും, ഞാൻ പറഞ്ഞല്ലോ, ഇച്ചിരി പ്രായമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും മാഷ് ആ ഊർജ്ജസ്വലത തന്നെ ഇപ്പോഴും ഒരുപാട് ഐഡിയകൾ മാഷ് മനസ്സിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കർഷകരും മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെന്താണെന്നുള്ളതൊക്കെ മാഷിൻ്റെ ഒരു അനുഭവ സമ്പത്തിന് നമുക്ക് മാഷോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതിൽ ഒരുപാട് കൂടുതൽ കാര്യങ്ങളുണ്ട്. മാഷ് ഞാൻ ഈ പറഞ്ഞതല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് കൂടുതൽ കാര്യങ്ങളുണ്ട്. അതുകൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും തരാം. മാഷേ, അപ്പോൾ എത്ര കാലമായിട്ട് മാഷ്ക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ ഈ കാർഷിക രീതിയിൽ? എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്? അതായത് എൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ കൃഷിക്കാരാണ്. ഞങ്ങളൊരു കർഷക കുടുംബമാണ്. അപ്പോൾ എനിക്കൊരു 3 വയസ്സ് മുതൽ ഓർമ്മയുണ്ട്. ഈ 3 വയസ്സ് മുതൽ ഞാൻ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്ത് കൃഷിയാണ്? എന്താണ്? അന്ന് നെൽകൃഷി, പല രീതിയിലുള്ള പച്ചക്കറി കൃഷികൾ, അങ്ങനെ പിന്നെ റബ്ബർ കൃഷി, ഇത്തരം കൃഷികളൊക്കെ ആയിട്ട് തെങ്ങ്, കമുക്, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മുത്തച്ഛൻ്റെ കാലം കഴിഞ്ഞ് ഞാൻ പഠിച്ച് ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴും എനിക്ക് ഈ കൃഷിയെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നീട് സ്ഥലമൊക്കെ സ്വന്തമായിട്ട് മലബാറിൽ വന്നു കഴിഞ്ഞപ്പോഴും സ്ഥലം വാങ്ങി കുറേശ്ശെ കൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ മാഷ് മലബാറുകാരനല്ല? അല്ല, ഞാൻ മൂവാറ്റുപുഴക്കാരനാണ്. പാലക്കാട്ടേക്ക് വന്നിട്ട് എത്ര കാലം? വന്നിട്ട് 45 വർഷം കഴിഞ്ഞു. 45 വർഷമായിട്ട് പാലക്കാട് വന്നു? പാലക്കാട് വന്നു. ശരി. ഈ 45 വർഷം വന്നിട്ട് മുന്നേ ഇവിടെ പാലക്കാട് എത്തിയല്ലോ. പാലക്കാട് എത്തിയതിനു ശേഷം ഇവിടെയും കൃഷി തുടർന്നു? കൃഷി തുടർന്നു. അതായത് അധ്യാപന ജോലി നടക്കുന്നതിന്റെ കൂടെ തന്നെ മാഷ് അധ്യാപന ജോലിക്ക് മുമ്പ് തന്നെ ഞാൻ പാലക്കാട് വന്ന് കൃഷിക്കാണ് വന്നത്. ആദ്യം അധ്യാപനം ആവുന്നതിന് മുമ്പേ കൃഷിക്ക് വന്നു പാലക്കാട് വന്നിട്ടാണ് മാഷ് അധ്യാപകൻ? അതെ, പാലക്കാട് വന്ന് പിന്നെ കൃഷിയായിട്ട് കൂടിയിരിക്കുമ്പോഴാണ് അധ്യാപക വൃത്തിയിലേക്ക് ഏർപ്പെട്ടത്. ശരി. അപ്പൊ 45 അതിന് മുന്നേ ഇവിടെ ആദ്യം കൃഷിക്കാണ് വന്നിട്ടുള്ളത്? അതെ, കൃഷിക്ക് വന്നതാണ്. കൃഷിയിൽ നിന്ന് നമ്മൾ ഇതുവരെ വിട്ടു. പഠനം കഴിഞ്ഞ ഉടനെ തന്നെ കൃഷിയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അന്ന് ജോലിയൊന്നും ആയില്ല. അപ്പോൾ കൃഷി ഏതായാലും ഒരു ജീവനമാർഗ്ഗമാണല്ലോ, അങ്ങോട്ട് തിരിഞ്ഞു. അത് അന്ന് മുതൽ കൃഷിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ജോലിയിൽ പ്രവേശിച്ചത്. 74 മുതലാണ് ജോലിയിൽ പ്രവേശിച്ചത്. 70 മുതൽ ഞാൻ പാലക്കാട് എത്തിയിട്ടുണ്ട്. ഈ പാലക്കാട് വന്ന കാലത്തെ മാഷ് ചെയ്യുന്ന കൃഷി എന്തായിരുന്നു? അന്ന് ഞാൻ അട്ടപ്പാടിയിലാണ് കൃഷി ചെയ്തത്. അപ്പോൾ അവിടെ കാപ്പി, കമുക്, പിന്നെ ചോളം, തൊമര, അങ്ങനെ അട്ടപ്പാടിയിലെ കാപ്പി കൃഷി ചെയ്തിരുന്നു. ഇപ്പോൾ ആ കാലത്തെ, അതായത് നമ്മൾ അട്ടപ്പാടിയിൽ വന്നിട്ട് 45 വർഷം മുന്നേ പാലക്കാട് വന്നു. പാലക്കാട് കൃഷി തുടങ്ങി. ഈ കൃഷി തുടങ്ങിയ കാലത്ത് മാഷ് പിന്തുടർന്ന് വന്ന രീതിയും ജൈവമാണോ അതോ പിന്നീടാണോ ജൈവത്തിലേക്ക് വന്നത്? അതായത് കാലം മുതലേ അങ്ങനെയായിരുന്നു. ജൈവം എന്ന് പറയുന്നത് ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കൃഷിയാണ്. കൃഷി എന്ന് പറയുന്നത് ജൈവ കൃഷിയാണ്. ഈ രാസകൃഷി അടുത്ത കാലത്ത് 50കൾക്ക് ശേഷം വന്ന ഒരു കൃഷിയാണ്. അപ്പോൾ യഥാർത്ഥ കൃഷി എന്ന് പറയാനല്ലേ ജൈവകൃഷി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം കൃഷി ജൈവമാണ്. കൃഷി ചെയ്യാന്നുള്ള ആ വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ, കൃഷി ജൈവമാണ്. ഇത് പുതിയ പേരാണ് ഈ ജൈവ കൃഷി. പ്രധാനമായിട്ട് മാഷ് എന്താണ് കൃഷി ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഞാൻ കവുങ്ങ് കൃഷിയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ജാതിയും കൂടി
കൂട്ടിയിട്ടുണ്ട്. ഒരു 10 വർഷമായി ജാതി ചെയ്യുന്നുണ്ട്. ജാതി കൂടി ഇതിന്റെ കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട്. കാരണം ഈ പശുക്കളൊക്കെ ഉള്ളതുകൊണ്ട് ജാതി നല്ലതുപോലെ ചെയ്യാൻ കഴിയുന്നുണ്ട്. ടീച്ചറും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം പണിക്കാരെ നിയന്ത്രിക്കുന്നതും പശുവിനെ നോക്കുന്നതും ഒക്കെ ടീച്ചർ തന്നെയാണ്. ടീച്ചർക്ക് അതിനൊക്കെ നല്ല സാമർഥ്യമുണ്ട്. ടീച്ചറും ഒരു കാർഷിക കുടുംബത്തിൽ നിന്ന് തന്നെ ജനിച്ചതാണ്. പിന്നെ കാർഷിക വസ്തുക്കൾ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമാണ് കൃഷി ഉപയോഗിക്കുകയൊക്കെ ചെയ്യലുള്ളൂ. ഉപയോഗിക്കാറുള്ളൂ. കുറേയൊന്നും വല്ല ഉള്ളിയോ ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും അല്പം വാങ്ങിയാൽ തന്നെ ഉള്ളൂ വീട്ടിലെ ആഹാരത്തിലേക്ക്. ഇപ്പൊ ഇത്ര ഏക്കർ കൃഷി ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് ഇപ്പൊ ഇവിടെ എത്ര പശുക്കളുണ്ട് ശരിക്കും? എനിക്കിപ്പോ 14 കുട്ടികളടക്കം 14-15 പശുക്കളുണ്ട്. എല്ലാം നാടനാണ്? എല്ലാം നാടനാണ്. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ഓരോ പരീക്ഷണം നല്ല നിലയ്ക്ക് വ്യത്യസ്ത ഇനങ്ങളെ വാങ്ങും. എല്ലാ ഇന്ത്യൻ ജനസ് പശുക്കളെ മാത്രമേ വാങ്ങുള്ളൂ അല്ലേ? നമുക്ക് എന്നാ മാഷിന്റെ പശുക്കളെ ഒന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം. നമുക്കൊന്ന് നോക്കാം. ആയിക്കോട്ടെ. ഓക്കെ. മാഷേ, ഏതിനം പശുവാണ്? ഇത് ബംഗാരക്കുള്ളൻ എന്ന് പറയും. ഇത് കർണാടകയിലുള്ള ഒരു ഇനമാണ്. കർണാടക ഇനമാണ്. ഇത് ഒറിജിനൽ ബംഗാരക്കുള്ളൻ. ലേശ ഉയരമുണ്ട് ഇതിന്. കുറച്ചും കൂടെ ഉയരം കുറഞ്ഞതാണ്. ഇത്ര തന്നെ വരാറില്ല. ഇത് കർണാടകയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് ഒരു 2 ലിറ്റർ പാല് കിട്ടും. ഇപ്പോൾ പ്രസവിച്ചിട്ട് ഒരു മാസമായിട്ടുള്ളൂ. 2 ലിറ്റർ പാല് രാവിലെയും 1 ലിറ്റർ പാല് വൈകിട്ടും കിട്ടുന്നുണ്ട്. 3 ലിറ്റർ കിട്ടും. നല്ല ഇണക്കമുള്ള പശു, കുഴപ്പമൊന്നുമില്ല. മറ്റ് പശുക്കളെയൊക്കെ കുത്തുന്നുള്ളൂ, മനുഷ്യരോട് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ കഴുത്തിലെ ഒരു ചിരട്ട കെട്ടിയിരിക്കുന്നത് എന്താണ്? അത് നമ്മളുടെ ഞാനല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. പണിക്കാരി പെണ്ണുങ്ങൾക്ക് ഈ കണ്ണ് കെട്ടുക എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടി അവർ കെട്ടിയിരിക്കുന്നതാണ്. കഴുത്തിൽ അത് ചേട്ട കെട്ടിയാൽ അതിന് കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി എൻ്റെ അകിടമൊക്കെ കാണുമ്പോൾ ആളുകൾ ഹോയ് ഇന്ന് വെക്കും എന്ന് പറഞ്ഞിട്ട് അവർ കെട്ടിയിരിക്കുന്നതാണ്. ഇത് വെച്ചൂര് ബുള്ളാണ്. ഇത് ഇവിടെ എൻ്റെ തൊഴുത്തിൽ തന്നെ ഉണ്ടായതാണ്. ഇതിന് വിലയെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മോഹം അനുസരിച്ചാണ് വില. ഇതിനിപ്പോൾ 50,000 രൂപ എനിക്ക് ഒരാൾ തരാമെന്ന് പറഞ്ഞാൽ, പക്ഷേ ഇവൻ്റെ ഈ ഇണക്കവും എന്നോടുള്ള ലോഹിയൊക്കെ കാരണം കൊടുത്തില്ല. എൻ്റെ അടുത്ത് വേറൊരു കുട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇവനെ മാറ്റണമെന്നുണ്ടെന്നാൽ മാറ്റണ്ടെന്നുണ്ട്. അത്ര ഇണക്കമുള്ളൊരു മൂരിയാണ്. ഇവന് 4 വയസ്സ് കഴിഞ്ഞു. ബ്രീഡിംഗ് ബുള്ളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കാങ്കയം ഇനാണ്. കാങ്കയം അത്ര പ്യൂർ അല്ല എങ്കിലും കാങ്കയം ഇനമാണത്. തമിഴ്നാടിൻ്റെ അല്പം ക്രോസ് ഉണ്ടാവും. ഇപ്പൊ കറന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പ്രസവിച്ചിട്ട് 12 മാസം കഴിഞ്ഞു. ഇപ്പൊ രാവിലെ 1 ലിറ്ററും ഉച്ച കഴിഞ്ഞൊരു 3/4 ലിറ്ററും പാല് കിട്ടും. ഇത് വെച്ചൂര്. ഇത് ആ കാളക്കുട്ടി ഇതിന്റെ കുട്ടിയാണോ അതോ? അല്ല, ഇതിന്റെ കുട്ടിയല്ല, വേറെ ഒന്നിന്റെയാണ്. ഇവിടെ എത്ര വെച്ചൂർ പശുക്കളുണ്ട്? ഇവിടെ ഇപ്പൊ 4 വെച്ചൂർ പശുക്കളുണ്ട്. 4 വെച്ചൂർ പശുക്കളുണ്ട് അല്ലേ? അതിന്റെ കുട്ടികളും. ഇത് എവിടുന്ന് വാങ്ങിച്ചതാ മാഷേ? ഇത് ഇവിടെ കുലിക്കിലിയാട് ഭാഗത്തുനിന്ന് വാങ്ങിയതാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ. ഇതിനും അത്യാവശ്യം വില വരുന്നൊരു ഇതിന് ചില ഭാഗത്തൊക്കെ വലിയ മാർക്കറ്റാണ്. എന്നോടിത് 50-60 ചോദിക്കലുണ്ട്, ഞാൻ കൊടുത്തിട്ടില്ല. ഇത് കാസർഗോഡ് കുള്ളൻ. അല്ലേ? ഇത് ഇപ്പൊ പ്രസവം കഴിഞ്ഞ് നിൽക്കുന്നതാണോ? പ്രസവിച്ചിട്ട് 4 മാസമായി. പാലൊക്കെ കിട്ടുന്നുണ്ട്. പാല് ഒരു 1.5 ലിറ്റർ പാല് രാവിലെയും ഒരു 1 ലിറ്റർ പാല് വൈകിട്ടും കിട്ടും. ഇത് കാസർഗോഡ് തന്നെ കൊണ്ടുവന്നാണോ? ഇത് കാസർഗോഡ് നിന്നല്ല, ഞാനിത് പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ വാങ്ങിയതാ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണ്. ഇത് രണ്ടും വെച്ചൂർ പശുക്കുട്ടികളാണ്. ഇത് ഇണചേർക്കാറായിട്ടുണ്ട്. ഒന്നിന് ജനയുണ്ട്. ഒന്നിന് ജന പിടിച്ചിട്ടില്ല എന്നാണ് വിശ്വാസം. ഇവിടെ ഉണ്ടായ കുട്ടികൾ തന്നെയാണ്. ആവശ്യക്കാർ വന്നാൽ എൻ്റെ അടുത്ത് എക്സസ് ആണെങ്കിൽ കൊടുക്കും. അത്രേ ഉള്ളൂ. ഒരു 10 ഒക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഒരു 8-10 വർഷമായിട്ട് ഇത്രയും പശുക്കൾ ഇവിടെ നിർത്തും ഞാൻ. ഈ ചാണകത്തിന്റെയും മൂത്രത്തിന്റെയൊക്കെ ആവശ്യത്തിന്. ഇവിടെ നെയ്യ് ഉണ്ടാക്കും. മോരും തൈരൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നെയ്യ് ഉണ്ടാവും. നെയ്യ് അപൂർവമായിട്ട് ചില ആളുകൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ചില ആളുകൾ, ഞാൻ 3000 രൂപയിൽ കുറഞ്ഞ് 1 ലിറ്റർ നെയ്യ് കൊടുക്കലില്ല. അപ്പോൾ അറിയാവുന്ന ചില ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ
ചില കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങും. ആ ഇപ്പം ഈ 400 രൂപയ്ക്ക് 500 രൂപയ്ക്ക് നെയ്യ് കിട്ടുമ്പോൾ ഈ നെയ്യോട് ആളുകൾക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. ഇപ്പം പല സ്ഥലത്ത് 150-200 രൂപ ഒക്കെ വാങ്ങുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ നാടൻ പശുവിൻ്റെ പാലിന് 150 രൂപ അവർ നേരിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. കറവക്കാർ ഒന്ന് കറന്നു കൊണ്ടുപോകും. ആ നമ്മുടെ ഇവിടെയാണ് ഇതിന് അത്ര പ്രചാരമില്ലാത്തത്. ഇത് ഓങ്കോളാണ്. ഇത് ചന്തയിൽ നിന്ന് വാങ്ങിയതാണ്. പ്യുവർ ഓങ്കോളല്ല എങ്കിൽ പോലും ഓങ്കോളിൻ്റെ ഒരു ശതമാനമാണ്. നല്ല ഇണക്കമുള്ള പശുക്കുട്ടിയാണ്. ഇത് വാണിയംകുളം ചന്തയിൽ നിന്ന് വാങ്ങിയതാണ്. ആ ഇതിപ്പോൾ കുട്ടിയാണ് ഒരു 2.5 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ആ ആന്ധ്രയിലുള്ള ഒരു ഇനമാണ്. മാഷേ നമ്മളിപ്പോ ഈ ജൈവ രീതിയിൽ നാടൻ പശുക്കളെ ഇത് ഉപയോഗിച്ചിട്ടാണല്ലോ കൃഷി ചെയ്യുന്നത്. അതെ. അപ്പൊ നാടൻ പശുക്കളെ ആ തനത് നാടൻ ശൈലിയിൽ തന്നെ വളർത്തണ്ടേ? നാടൻ ശൈലി തന്നെയാണ് ഞാൻ വളർത്തുന്നത്. ഭക്ഷണമൊക്കെ എങ്ങനെ, ഭക്ഷണ രീതിക്ക് എങ്ങനെയാണ്? ഭക്ഷണം രാസവളം ഇട്ട പുല്ല് പോലും ഞാൻ ഈ പശുക്കൾക്ക് കൊടുക്കലില്ല. കാരണം ഇതിന്റെ പാല് കുട്ടികൾ കൊടുക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെട്ട് ഇതിനെ വളർത്തുന്നത്. അപ്പോൾ പച്ചപ്പുല്ല് കൊടുക്കും, ഗോതമ്പ് തവിട് കൊടുക്കും, നെല്ലിൻ്റെ തവിട് കൊടുക്കും, അരി നെല്ല് വാങ്ങി കുത്തി കഞ്ഞി വെച്ച് കൊടുക്കും, കടലപ്പിണ്ണാക്ക് കൊടുക്കും. ഇങ്ങനെ പല തേങ്ങാ പിണ്ണാക്ക് ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ്. പിന്നെ എൻ്റെ പറമ്പിൽ ധാരാളം വാഴക്കൊലകളുണ്ട്. അപ്പോൾ വില കുറയുന്ന സമയത്ത് നേന്ത്രക്കായ അടക്കം ഈ പശുക്കൾക്ക് കൊടുക്കും ഞാൻ. അതെ അതെ, തൊഴുത്തിലാണ് ഇവിടെ വാഴക്കൊലകൾ കെട്ടല്. വീട്ടിലേക്ക് ആവശ്യം തിരിച്ചുകൊണ്ട് പോകുമ്പോൾ ബാക്കി പശുക്കൾക്ക് കൊടുക്കും. അത് വില കുറയുന്ന വളരെ കൂടുതലുണ്ടെങ്കിൽ കൊടുക്കും. പലപ്പോഴും ഇത് കൊടുത്താൽ മുതലാവലില്ല. മാഷേ ഈ ജൈവ കൃഷിയിൽ പ്രധാനമായിട്ട് ഇവിടെ കമുങ്ങാണല്ലോ. ഞാൻ കമുക കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഏതാണ് ഇനം? ഞാൻ മോഹിത് നഗറാണ് ഞാനിപ്പോൾ കൂടുതൽ ചെയ്യുന്നത്. മോഹിത് നഗർ. ഇത് അത്യാവശ്യം വിളവ് കിട്ടുന്ന, സാമാന്യം വിളവ് കിട്ടുന്ന ഒരു ഇനമാണ്. പിന്നെ കുറച്ച് പഴക്കവും കിട്ടും. ഇതൊരു കർണാടക ഇനമാണ്. കേരളത്തിൽ ഇത് പിടിക്കുന്നുണ്ട്. കേരളത്തിൽ ഇത് പിടിക്കുന്നുണ്ട്. ഇത് അതിന്റെ തൈകളാണല്ലേ? തൈകളാണ്. ഇത് ഇപ്പൊ എത്ര പ്രായമായി? ഇതിപ്പോ 2 വർഷം ആകാറായി. 2 വർഷം വരെയൊക്കെ ഇങ്ങനെ നിർത്തും? ഞാൻ 2-2.5 വർഷം വരെ നിർത്തും. ഇതിപ്പോ കുറച്ച് അടുത്ത് വെച്ചുകൊണ്ടാണ് ചെറുപ്പം കുറെ കൂടെ വലുതായിട്ടാണ് ഞാനിപ്പോ പ്ലാൻ ചെയ്യുന്നത്. അതെ. നിങ്ങൾ തോട്ടത്തിൽ വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഈ ഇനമാണ്. അതെ. ഇത് പുറമേക്ക് കൊടുക്കാറുണ്ടോ? പുറമേക്ക് ആവശ്യക്കാർക്ക് ചോദിച്ചാൽ കൊടുക്കും. പക്ഷേ ഇതിന് വില ഒരു 100-150 രൂപ കിട്ടിയാലേ ഒരു തൈ കൊടുക്കൂ. കാരണം 2 കൊല്ലം സംരക്ഷിച്ച തൈയാണല്ലോ. വെച്ചാൽ 3-ാം കൊല്ലം കായ്ക്കും. എങ്ങനെയാണ് ഈ തൈ ഉൽപ്പാദിപ്പിക്കുന്നത്? ഇതിൽ മണ്ണും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? അത് അടയ്ക്ക മണലിൽ പാകി നനയ്ക്കും. കിളിച്ചു തുടങ്ങുമ്പോൾ അത് കൂടയിലേക്കാക്കും. ഇപ്പം ആ കൂടയിൽ നിന്ന്, ചെറിയ കൂടയിൽ നിന്ന് കൂടുതൽ വളർത്താൻ വേണ്ടി വലിയ കൂടയിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതല്ലേ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് മാറ്റിയതാണല്ലേ? അതെ. ഇവിടെയാണ് അടയ്ക്ക ഉണക്കാറല്ലേ? ഇവിടെ അടയ്ക്ക ഉണക്കാറ്. ഇത് ഇവിടെ ആകുമ്പോൾ ഇത്തിരി എളുപ്പമാണ്. എങ്ങനെ ഇതിന്റെ അത് സാധാരണ പറമ്പിലോ മുറ്റത്തോ ഇട്ടാണ് ഉണങ്ങിക്കൊണ്ടിരുന്നത്, വാർപ്പിൻ്റെ മുകളിലൊക്കെ. ഇപ്പം ഇത് തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയൊരു സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ 40 ദിവസം അടയ്ക്ക ഉണക്ക് ശരിക്കും 40 ദിവസം ഉണങ്ങിയാലേ ഉണങ്ങി കിട്ടുക. ഇതിനകത്ത് 12 ദിവസം, 15 ദിവസം, 20 ദിവസത്തിനുള്ളിൽ ഉണങ്ങി കിട്ടും. സാമാന്യ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ 12 ദിവസം ആകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും. അത്ര പെട്ടെന്ന് ഉണങ്ങും. ഏത് സാധനവും, തേങ്ങ, കൊപ്ര, ഏത് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഉണക്കാം. ജാതിയും ഇവിടെ തന്നെ ഇട്ട് ഉണക്കും. അതായത് 9 മണിക്കുള്ളിൽ ഇതിനകത്ത് ഉണക്കി സാധനങ്ങൾ എടുക്കുകയോ ഇടുകയോ ചെയ്യണം. 9 മണി കഴിഞ്ഞാൽ പിന്നെ ചൂട് കൂടുതലാണ്. അല്ല, 9 മണി കഴിഞ്ഞാൽ അല്ല, രാവിലെ 9 മണിക്ക് മുമ്പ് വൈകിട്ട് 4 മണിക്ക് ശേഷം ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റും. ചൂട് കൂടുതലാണ്. ഇതിപ്പോ ചെയ്തിട്ട് ഒരുപാടായോ? ഇതിപ്പോ ഞാൻ 3 വർഷം കഴിഞ്ഞു. അപ്പൊ ഇതുവരെ എങ്ങനെയാണ് അടയ്ക്കട പരിപാടി? ഇതുവരെ ഞാൻ പറമ്പിലിട്ട് ഉണങ്ങും. പിന്നെ വാർപ്പിന്റെ മുകളിലെ മുറ്റത്തൊക്കെ ഇട്ട് ഉണങ്ങിക്കൊണ്ടിരുന്നത്. അത് വളരെ പ്രയാസം. മഴ വരുമ്പോഴേക്കും പണിക്കാർക്കും വീട്ടുകാർക്കും ഒക്കെ ഭയങ്കര പ്രശ്നം. അടയ്ക്ക പൊളിക്കുന്നത് പണ്ട് കൈ കൊണ്ടാണ് പൊളിച്ചിരുന്നത്. ഇപ്പോഴും അത് ഇപ്പോൾ പുതിയ സംവിധാനം, കൈ കൊണ്ട് വളരെ പ്രയാസമാണ് അടയ്ക്ക പൊളിക്കൽ. ഇപ്പം യന്ത്രം ഉപയോഗിച്ച് പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാഷ, ഇതാണ് അപ്പം മാഷ തോട്ടം അല്ലേ? ഇവിടെ ഇതിലിപ്പോ പ്രധാനമായിട്ട് ഏതൊക്കെയാണ്? ജാതിയും കമുകും. ഏതിനം ജാതിയാണ് ഇവിടെ ചെയ്യുന്നത്? കുരുമുളക്. ഇതിനകത്ത് കേരളശ്രീ എന്ന ജാതിയാണ്. കേരളശ്രീ ജാതി അല്ലേ? അത്യാവശ്യം വിളവ് കിട്ടുന്ന ഒരു ഇനമാണ്. ഞാനിപ്പോൾ പലതും നിരീക്ഷിച്ചതിൽ ഇതിൽ കൂടുതൽ വിളവ് കിട്ടുന്ന ഒരു ഇനമാണ്. അതെ അല്ലേ? ഇത് കരുവാരുള്ള ഒരു മാത്യു സെബാസ്റ്റ്യൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ജാതി. അതെ, കേരളശ്രീ അല്ലേ? കേന്ദ്ര തോട്ടവിള ഗവേഷണത്തിൻ്റെ അംഗീകാരമൊക്കെ ഉണ്ട് അതിന്. അതെയാ? ഓഹോ. അതിപ്പോൾ ഇതിലിപ്പോൾ എത്ര തൈ ഉണ്ട് ഏകദേശം? ഇതിനകത്ത് 400 തൈയുണ്ട്.
400 തൈ ഉണ്ട്. എത്ര ടണ്ണ് കിട്ടും നമുക്കൊരു? അത് ടണ്ണിലേക്ക് ഇപ്പോൾ ഒരു ടണ്ണൊക്കെ ആയിട്ടുണ്ട്. തൈയാണ്, കാച്ച് അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ അല്ലേ? ഒരു ടണ്ണൊന്നും ഇപ്പോൾ കിട്ടാനായിട്ടില്ല, ആയിട്ടുണ്ട്. ഈ ശരിക്കും ജാതിയുടെ ഈ വിളവെടുപ്പ് കാലഘട്ടം എപ്പോഴാണ് ഇത് ശരിക്കും എങ്ങനെയാണ്? അത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ്. പിന്നെ ഈ കേരളശ്രീ ജാതി പല സമയത്തും വിളവെടുക്കാം. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇടയ്ക്ക് കായ്ക്കും. അതല്ലേ? ഇടയ്ക്കിടയ്ക്ക് കായ്ക്കുന്നുണ്ട്. മെയിൻ ടൈം ഒഴിച്ചാൽ അല്ലാത്ത സമയങ്ങളിൽ ഇത് കായുണ്ടാവലുണ്ട്. ഇതിപ്പോൾ ഡെയിലി നനച്ചു കൊടുക്കണോ? എങ്ങനെ? വേനലായാൽ നനയ്ക്കണം. ആണോ? കമുങ്ങിനും നനച്ചു കൊടുക്കാറുണ്ടോ? എല്ലാത്തിനും നനയ്ക്കും അല്ലേ? അതിനിവിടെ എങ്ങനെയാണ് അതിന്റെ? ഞാൻ ഈ തുള്ളി നന, അതായത് തുള്ളിയല്ല, ട്രിപ്പാണ്. ടാപ്പ് വെച്ച ഓരോ കവുങ്ങിനും ജാതിക്കൊക്കെ ടാപ്പാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ടാപ്പാണ്. പ്രധാനമായിട്ട് വേറെ എന്താണ് മാഷ് ചെയ്യാറ്? പിന്നെ ലാത്തിമുള ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അത് നല്ല ഒരു 15 മീറ്റർ 20 മീറ്റർ വരെ ഉയരത്തിൽ പോകുന്ന ഒരു ചെടിയാണ്. ലാത്തിമുള ഇവിടെ ഉണ്ട്, പാലക്കാട് ജില്ലയിൽ. ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ TK രവീന്ദ്രൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇത് കോങ്ങാട് ആദ്യമായിട്ട് ഇവിടെ കൃഷി ചെയ്ത് കണ്ടത്. അദ്ദേഹത്തിന് 5 ഏക്കർ സ്ഥലത്ത് കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഭാഗങ്ങളിലെല്ലാം ഇത് ധാരാളമായിട്ടുണ്ട്. വളരെ ഉപകാരപ്രദമായൊരു ചെടിയാണ്. ലാത്തിക്ക് മാത്രമല്ല അത് ഉപയോഗിക്കുക, തോട്ടി, അതേപോലെ പന്തല്, പിന്നെ വാഴ, മുട്ട, ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം. നല്ല ഇരുമ്പിൻ്റെ ബലമുള്ള ചെടിയാണ്. പക്ഷേ ഈ ജൈവവേലി എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണോ? ജൈവവേലി എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഇപ്പോൾ കാട്ടുമൃഗങ്ങളുടെ ശല്യം അധികം ആയതുകൊണ്ട് പന്നി, മാന്, അതുപോലെ ചെറിയ ഇനം മൃഗങ്ങളെയൊക്കെ തടുക്കാൻ ഈ വേലി ധാരാളമാണ്. പന്നിയാണ് പ്രധാനമായിട്ടും നമ്മൾ കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുള്ളൻ. ഇതിനൊക്കെ ഈ ജൈവവേലി ധാരാളമാണ്. ജൈവവേലി എന്ന് പറയുമ്പോൾ ഒരു 6 ഇഞ്ച് അകലത്തിൽ ശീമക്കൊന്ന കുത്തുക. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നൊരു ചെടിയാണ്. അപ്പോൾ അതിന് പിന്നിൽ ഒരു നെറ്റ്, പ്ലാസ്റ്റിക് നെറ്റും കെട്ടുക. അപ്പോൾ പന്നി അതുപോലുള്ള ജീവികൾ വന്ന് അതിൽ തടയും. പിന്നെ ഇതിനകത്ത് കയറില്ല. പിന്നെ ഇതിൻ്റെ ഗുണം 6 മാസം കൂടുമ്പോൾ വെട്ടിയാൽ ധാരാളം തോല്, കൃഷിക്ക് ഏറ്റവും ആവശ്യമായ തോല് കിട്ടുന്നത് ഈ ശീമക്കൊന്നയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ കൃഷിക്കൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ശീമക്കൊന്നയുടെ തോലാണ്. അത് യഥേഷ്ടം കിട്ടുന്നു. പിന്നെ ഈ വേലിയിൽ പയറ്, കോവല്, അതുപോലുള്ള മത്തൻ, കുമ്പളം ഇതൊക്കെ കയറ്റി നമുക്കൊരു മിതമായ കൃഷിക്കും കൂടി സൗകര്യമാണ്. ഇത് പറമ്പിൻ്റെ ഇടയിലൂടെയും ചെയ്യാം. ജൈവവേലി 2 3 ഒക്കെ ആയിട്ട് തിരിക്കുമ്പോൾ ആ ജൈവവേലിയിലേക്ക് പയർ കായ്ക്കും. ഇതിന് ശീമക്കൊന്നയ്ക്ക് ഒരു ഔഷധവീര്യമുണ്ട്, കീടനാശിനി, കീടങ്ങളെ ചെറുക്കാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ അത് വല്ലാതെ കീടങ്ങൾ ഉപദ്രവിക്കില്ല. മാഷേ, ജീവാമൃതം ഇതാണല്ലേ? ജീവാമൃതം ഇതാണ്. ഇതെങ്ങനെ ഇവിടെ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ്? ഇതുണ്ടാക്കുന്ന രീതി 2 കിലോ ശർക്കര, 2 കിലോ പയർ പൊടി, ഇരട്ടപ്പരിപ്പുള്ള ഏതെങ്കിലും പയർ പൊടി 2 കിലോ, പിന്നെ 2 കിലോ മണ്ണ്, 5 ലിറ്റർ ഗോമൂത്രം, 10 കിലോ ചാണകം. അത് നാടൻ പശുവിൻ്റെ ചാണകമാണ്. ഗോമൂത്രവും ചാണകവും നാടൻ പശുവിൻ്റെതാണ്. ഇത് വെച്ചിട്ട് 3 ദിവസത്തിൽ 3 പ്രാവശ്യം ഇളക്കുക. അങ്ങനെ ഒരു 4 ദിവസം ഇളക്കിയാൽ ഇത് ഉപയോഗിക്കാം. പിന്നെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ഉപയോഗിക്കാം. ഈ ചെടികളൊക്കെ നശിച്ചു പോകും അതിന്റെ പവർ കൊണ്ട്. ഇതാണ് ഇവിടെ ഈ തോട്ടത്തിൽ കംപ്ലീറ്റ് ഈ തോട്ടത്തിൽ കംപ്ലീറ്റ് ഇതേ ചെയ്യലുള്ളൂ. വേറെ വളപ്രയോഗങ്ങളൊന്നുമില്ല. നാടൻ പശുവിന്റെ ചാണകമാണിത്. അതേപോലെ ഗോമൂത്രം, ഈ കന്നാസുകളിലെല്ലാം മൂത്രമാണ്. ഈ ചാണകമാണ് ശരിക്കും ഇതിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഈ ചാണകമാണ്. ചാണകം പൊടിയാക്കിയിട്ട് പൊടിയല്ല, പച്ചച്ചാണകം കലക്കുകയാണ്. അല്ല, അത് ജീവാമൃതം. ബാക്കിയുള്ളത് പൊടിയാക്കിയിട്ടോ പച്ചക്കോ ഉപയോഗിക്കും അല്ലേ? ഓക്കെ. ഇത് ഈ ചാണകേ ഇപ്പൊ ജീവാമൃതം ശരിക്കും ഇവിടുത്തെ ചെടികൾക്ക് ഏത് സമയത്ത് എങ്ങനെ കൊടുക്കുന്ന രീതി? ഒരു 15 ദിവസമോ 30 ദിവസമോ കൂടുമ്പോൾ കൊടുക്കാം. ഞാൻ ഒരു തലക്കേന്ന് ഇങ്ങനെ കൊടുത്തു പോകും. അത് റൗണ്ട് എത്തുമ്പോഴേക്കും പിന്നെയും കൊടുക്കും. അങ്ങനെയാണ് എന്റെ സമ്പ്രദായം. അതല്ലേ? ഈ പൊടിയിടലോ എങ്ങനെയാണ്? പൊടിയിടല് ബാലൻസ് വേനൽക്കാലം ആകുമ്പോൾ, മഴക്കാലത്ത് അങ്ങനെ പൊടി ഇട്ടില്ലല്ലോ. വേനൽക്കാലത്ത് ഇത് വാരി ഇതിന്റെ ചോട്ടിക്കിലൊക്കെ ഇടും. പിന്നെ കുമ്മായ ഇടുന്നുണ്ട് തോന്നുന്നു. കുമ്മായ ഇടലുണ്ട് അല്ലേ? നമ്മളപ്പം മാത്യു മാഷിന്റെ കൃഷി രീതികളെ പറ്റി മനസ്സിലാക്കി. മാഷെ കൃഷിസ്ഥലമെല്ലാം നമ്മൾ കണ്ടു. പരിപൂർണമായിട്ട് ജൈവമാണ്. പരിപൂർണമായിട്ടും ജൈവ രീതിയിലാണ് ഇത്രയും കമുങ്ങ്, അതുപോലെ തന്നെ ജാതി തുടങ്ങിയ ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ കാണിച്ച കുറച്ച് പച്ചക്കറികളെല്ലാം പരിപൂർണമായിട്ടും ജൈവമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കുള്ള വലിയൊരു സന്ദേശമാണ്. ഒരുപാട് ആളുകൾ നമുക്ക് ഈ രാസവളങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും നന്നായിട്ട് ഇത്രയും വിളവോട് കൂടിയിട്ട് ജൈവ കൃഷി ചെയ്യുക എന്നുള്ളത് വലിയൊരു മാതൃക തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്യു മാഷ് വിളിക്കാം. ഞാൻ നമ്മുടെ വീഡിയോയിൽ മാത്യു മാഷിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും തരിക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ നമ്മൾ എല്ലാ ആഴ്ചയിലിടുന്ന വീഡിയോ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ തുടർന്നും തന്നിട്ടുള്ള എല്ലാ സഹകരണങ്ങളും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.